തന്നൊരുയിരാണെന്നുപ്പ നേർവഴിക്ക് കൈപിടിച്ച് വഴി കാട്ടിയുപ്പ എന്നുപ്പ കൊണ്ട വേലാണ് ഞാൻ കൊള്ളും തണല്. അസ്സലാമു അലൈക്കും. ഫാത്തിമ പൊന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇട്ട വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു ടൂറ് പോയതാണ്. എൻ്റെ ഉപ്പ ഗൾഫിലേക്ക് പോണതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് പുറത്ത് പോയത്. പാലക്കാട് ഫ്ലോറ ഫാൻറ്റസിയിലേക്കാണ് പോയത്. ഫ്ലോറയിലേക്ക് പോണ സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും യാത്രയിലുള്ള പാട്ടുകളും രസകരമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ മാത്രമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ പാട്ടും ഒക്കെ പ്ലേ ചെയ്തിട്ട് ആ വീഡിയോയിൽ ഫുള്ളായിട്ട് ആ യാത്ര മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചെറിയ അനിയത്തി ലാസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടുള്ള അനിയത്തിയാണ് കേട്ടോ. അവൾ പാട്ട് പാടി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാട്ട് പാടി കേട്ടോ. ഞാൻ പാട്ട് പാടിയത് എല്ലാവർക്കും ഭയങ്കര വിഷമമായി. അവസാനം ഞാനും കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. എൻ്റുപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്. എൻ്റുപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്. എൻ്റുപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്. എൻ്റുപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്. നേരിലോതി തന്നൊരുയിരാണെൻ്റുപ്പ നേർവഴിക്ക് കൈപിടിച്ച് വഴി കാട്ടിയുപ്പ. നേരിലോതി തന്നൊരുയിരാണെന്നുപ്പ നേർവഴിക്ക് കൈപിടിച്ച് വഴി കാട്ടിയുപ്പ എന്നുപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്. എൻ്റുപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്. അങ്ങനെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനിയത്തിയാണ് കേട്ടോ. നേരെ താഴെയുള്ള അനിയത്തി കൊച്ചുമോളാണ് കരഞ്ഞിട്ട് ഉപ്പാനെ വന്നിട്ട് കെട്ടിപ്പിടിച്ചത്. ഇത് നേരെ അനിയത്തിയുടെ കൊച്ചുമോളുടെ ഹസ്ബൻഡാണ് വഹാബ്. അതിൻ്റെ ലാസ്റ്റ് ഇരിക്കുന്നത് അത് ഷുക്കൂറും അങ്ങനെ ഞങ്ങൾ പാലക്കാട്ട് എത്തിയിട്ടോ. ഫ്ലോറയിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അത് മാത്രമായിട്ടും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ള എന്താ പറയുക, കുറേ ചീറലും പിന്നെ നല്ല രസമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരൊറ്റ ദിവസത്തെ യാത്രയാണെങ്കിലും നല്ലൊരു മനസ്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് കുടുംബത്തിലുള്ള നമ്മളെല്ലാവരും കൂടിയിട്ടുള്ളൊരു യാത്ര. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും യാത്ര ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഒരുമിച്ചൊരു യാത്ര കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു യാത്രയിൽ എൻ്റെ ബിലാൽ മോൻ ഒഴികെ അവനെ വല്ലാണ്ട് മിസ് ചെയ്തു. അവനക്ക് പകരമാണ് ഞങ്ങളെ ഷെഫ്നുട്ടി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഷെഫ്നുട്ടിനെ ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് ഞങ്ങളെ കൂടെ കൊടുന്നു. അവനൊഴികെ ബാക്കിയുള്ള എല്ലാവരും, ഞങ്ങൾ 4 പെൺമക്കളും ഞങ്ങളൊക്കെ ഭർത്താക്കന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പാക്ക് തല കറങ്ങിയിട്ട് ഛർദ്ദിക്കാൻ വന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പ ഞങ്ങളെ കൂടെ എല്ലാ റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നു. ഒന്നിലും കയറായിരുന്നിട്ടില്ല. പാവ വന്നിട്ട് തല കറങ്ങിയിട്ട് ഛർദ്ദിക്കുകയൊക്കെ ചെയ്ത്. എന്താണ് കേട്ടോ 3 മരുമക്കൾ, എൻ്റെ ഹസ്ബൻഡ്, അനിയത്തിയുടെ ഹസ്ബൻഡ്, ഏറ്റവും ചെറിയ അനിയത്തിയുടെ ഹസ്ബൻഡ്. ഇതിൻ്റെ ഇടയിൽ ഒരാളും കൂടി ഉണ്ട്, ബാക്കവി. ആളങ്ങനെ വല്ലാണ്ട് ക്യാമറയിൽ പെട്ടിട്ടില്ല കേട്ടോ. അത് വേറൊന്നുകൊണ്ടല്ല, ചെറിയ മോളായ കാരണം ബാക്കവി മുർഷിമോളും എപ്പോഴും കുട്ടീനായിട്ടുള്ള ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം ഫ്ലോറ പൂട്ടുന്ന സമയത്ത് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അടുത്തത് ഗുണാകേവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോണ സമയത്ത് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു കടയിൽ കയറി കേട്ടോ. ഐസ്ക്രീമിൻ്റെ കടയിൽ കയറിയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ അങ്ങോട്ട് പോയത്. എന്തായാലും അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ പോയിട്ടുള്ള ആരെങ്കിലും കണ്ടിച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും നല്ല എന്താ പറയുക, അവരെ ചെയ്ത സെറ്റിങ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതിലത്തെ ആ ഒരു ഗുഹയൊക്കെ വീഴുന്നുള്ള ഒരു ഫിലിമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെയൊക്കെ അതേപോലെ
അങ്ങനെ അവിടുന്ന് എല്ലാം കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങിയതിൻ്റെ ശേഷം വീണ്ടും വണ്ടിയിൽ കയറി. പിന്നെ ഇപ്പാൻ്റെ കുറേ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാ, നല്ല അടിപൊളി പാട്ടുകളൊക്കെ പാടി. പിന്നെ എല്ലാവർക്കും നല്ല വിശക്കൽ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറി കേട്ടോ. എന്നിട്ട് നല്ല അടിപൊളി ഫുഡ് അടിച്ചു. ഫുഡാണല്ലോ അല്ലേ നമ്മുടെ മെയിൻ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ, നന്നായിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചു. അങ്ങനെ പിറ്റേന്ന കാലത്ത് നേരത്തെ ഉപ്പ യാത്രയാണ് കേട്ടോ. ഉപ്പ പാവം, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ക്ഷീണമായിരുന്നു. മാഷാ അല്ലാ, ഇപ്പാക്ക് ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സൊക്കെ കൊടുക്കട്ടെ. ഇപ്പാക്ക് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും, ഇങ്ങനെയൊക്കെ ഇന്നലെ രാത്രിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇത്രയും നേരത്തെ പോവല്ലേ. ഞങ്ങൾ വിചാരിച്ച് പാവം ഉപ്പാക്ക് വൈക്കാണാവോ എന്നൊക്കെ വിചാരിച്ച്. മാഷാ അല്ലാ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല റാഹത്തായിട്ട് ഉപ്പ അങ്ങനെ ഇറങ്ങുകയാണ്. പോകുമ്പോൾ ഉപ്പാൻ്റെ കൂടെ ഉപ്പാനെ കൊണ്ടാക്കാൻ പോയത് ബാക്കവിയും മുർഷിമോളും അതേപോലെ മുബിയും ഉമ്മയും കൂടിയിട്ടാണ് കേട്ടോ ഉപ്പാനെ കൊണ്ടാക്കാൻ പോയത്. ഇക്കാക്ക് പിന്നെ പണിയുള്ള കാരണം ഇപ്പം പോയതിൻ്റെ ശേഷം ഇക്കായും പോയി. പിന്നെ വഹാബിനും അവിടെ വർക്കുണ്ട്, അവനും പോയി. ഷുക്കൂർ പിന്നെ അവനും അങ്ങോട്ട് പോയിട്ടോ, വീട്ടിലേക്ക് പോയി. ഇവരൊക്കെ പോയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ക്ലാസ്സുള്ള കാരണം കൊണ്ട് ഇക്കും മക്കൾ ക്ലാസ് ഉണ്ട്. അപ്പം അത് കാരണം ഇക്കാൻ്റെ കൂടെ മക്കളും പോയി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ബൈക്കല്ലേ, 4 ആൾക്കും കൂടി പോകാൻ നിർത്തിയില്ല. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഒറ്റക്ക് ബസ്സിലും പോയിട്ടോ. അങ്ങനെ അവർ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ ഉപ്പാനെ. അങ്ങനെ ഉപ്പ പോയി. എന്തായാലും ഇപ്രാവശ്യം ഉപ്പാക്ക് പോകുമ്പോൾ അത്യാവശ്യം വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഉപ്പാടെ വിഷമമൊന്നും ഇപ്പം മുഖത്തൊന്നും കാണില്ല കേട്ടോ. പക്ഷെ ഇവിടുന്ന് പോയതിൻ്റെ ശേഷമാണ് ഇപ്പാക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് ഫുള്ള് യാത്രയുടെ കാര്യം മാത്രമായിരുന്നു പറഞ്ഞത്. ഉപ്പാടെ മനസ്സിൽ നിന്നങ്ങോട്ട് പോണില്ല. അങ്ങനെ മാഷാ അല്ലാ, അപ്പം അവിടെ എത്തിയിട്ട് വീഡിയോ കോൾ വിളിച്ചിരിക്കുകയാണ് കേട്ടോ. ബിലാൽ മോൻ ഇപ്പാനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ ഇപ്പയും ബിലാൽ മോനും കൂടിയിട്ട് ഒരുമിച്ച് റൂമിലേക്ക് ഉപ്പാനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ ബിലാൽ മോനക്കും ഒരു സമാധാനമായത്. ഉപ്പ അവിടെ എത്തിയേക്കുമ്പോൾ അവനക്കും ഒരു സമാധാനമായി. അങ്ങനെ അവരൊരുമിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആണ് കേട്ടോ പിന്നെ റൂമിലേക്ക് പോയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ